നമ്മുടെ അറ്റ്ലീഡ് സിറ്റി ഓഫ് ഫെസ്റ്റിവൽസ് എന്ന് അറിയപ്പെടുന്നതിൽ ഒരു അതിശയവും ഇല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഇന്ത്യൻ മേള 2025 കാണാനായിട്ട് പോവുകയാണ്. എല്ലാ വർഷവും നടക്കുന്ന ഒരു പാൻ ഇന്ത്യൻ കൾച്ചറൽ ഫെസ്റ്റാണിത്. അങ്ങനെ അനിയനെ പൊക്കി നമ്മൾ യാത്ര തിരിക്കുവാണ്. സിറ്റിയിലെ വിക്ടോറിയ സ്ക്വയർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. പൊതുവെ സിറ്റിയിൽ പാർക്കിംഗ് കിട്ടാനായിട്ട് നല്ല പാടാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ പ്രോഗ്രാം പ്ലസ് വീക്കെൻഡും കൂടി ആയപ്പോൾ അറ്റ്ലീഡ് രണ്ടകടാകം മൊത്തം ഒന്ന് ചുറ്റി ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്പോട്ട് തപ്പിയും തടഞ്ഞു നമുക്ക് കിട്ടി. ഇങ്ങനെ ഈ സൈഡ് ഫുള്ളും ഫുഡ് സ്റ്റോൾസ് ആണ് കേട്ടോ. ഓപ്പോസിറ്റിലാണ് പ്രോഗ്രാംസ് നടക്കുന്നത്. ഫുഡ് മുഖ്യമാണെങ്കിലും ആദ്യം കുറച്ച് പോയി പരിപാടി കണ്ടിട്ട് പിന്നെ ഫുഡിലോട്ട് കടക്കാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് നല്ല ഡാൻസസ് കാണാൻ പറ്റി. പരിപാടിയിൽ കണ്ടിരുന്ന് സമയം പോയത് അറിഞ്ഞില്ല. അപ്പോഴത്തേക്കും വന്നു വിശപ്പിൻ്റെ വിളി. അങ്ങനെ നേരെ ഫുഡ് സ്റ്റോളിൽ പോയി 2 ചായയും 2 വാഴയ്ക്കപ്പവും 2 ഉള്ളിവടയൊക്കെ കഴിച്ചപ്പോൾ ഒരു സംതൃപ്തി കിട്ടി. പിന്നെ പ്രോപ്പർ ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൻലി ബീച്ച് റോഡിലുള്ള നമസ്തേ മീറ്റിലോട്ട് പോയി. ഈ അറ്റ്ലീറ്റിൽ താമസിക്കുന്നവർക്കൊരു ടിപ്പാണ് കേട്ടോ. അടിപൊളി റെസ്റ്റോറൻ്റാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളിലും നടക്കുന്നൊരു കാര്യമാണ്. ഫുഡ് പുറത്തുനിന്ന് കഴിക്കാം എന്നൊരു ചോദ്യത്തിൽ തുടങ്ങി എന്ത് ഫുഡ് വേണം എന്നുള്ളത് സംസാരിച്ച് ഒരു വലിയ അടിയാവുന്നത് എപ്പോഴും എൻ്റെ വീട്ടിൽ നടക്കുന്നൊരു കാര്യമാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ മെനു പേജസ് തിരിച്ച് നീ എന്തെങ്കിലും ഓർഡർ ചെയ്യും എന്നുള്ള ഒരവസ്ഥയിലെത്തി ഞാൻ. കാത്തിരിപ്പിനൊടുവിൽ ഇങ്ങനെ മാംഗോ ലസ്സി വന്നു, ചില്ലി ചിക്കൻ വന്നു, മലായ് ചിക്കൻ ടിക്ക വന്നു, അവസാനം ചിക്കൻ ബിരിയാണിയും ബട്ടർ നാനും വന്നു. ചിക്കൻ ബിരിയാണിക്ക് പ്രതീക്ഷ അത്ര ലെവലിലോട്ട് അങ്ങോട്ട് വരാൻ പറ്റിയില്ലെങ്കിലും ചില്ലി ചിക്കൻ പൊളിച്ചു. പ്രതീക്ഷ പോലെ പോളിംഗ് ഒന്നും കയറാത്തോണ്ട് ബാക്കിയുള്ളത് പാക്കിങ് ചെയ്ത് നമ്മൾ തിരിച്ചു. അരവിന്ദ് വയറ് പൊട്ടാറായെന്നും പറഞ്ഞ് പിറകിൽ കിടപ്പായിരുന്നു. സോ ഹർഷൻ അങ്ങ് ഡ്രൈവിംഗ് ഏറ്റെടുത്തു. നൈറ്റ് ഡ്രൈവ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് ലോകകാരും വീട്ടുകാരും തമാശയൊക്കെ പറഞ്ഞ് വീട്ടിലെത്തി.